ഉൾഫിയോ അതിന് ഞാൻ അങ്ങനൊന്നും പറഞ്ഞു. ഹലോ ഗായ്സ്, അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്നൊരു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന പന്തളത്തിനടുത്തുള്ള ഒരു പുഞ്ചയിലാണ്. ഞാൻ നേരത്തെ പുഞ്ചയിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാരൊക്കെ കണ്ടിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് നമ്മുടെ പുഞ്ചയിലെ വെള്ളം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് നടുക്കൂടെ ഇങ്ങനെ പോകാൻ പറ്റി. പക്ഷേ അതൊരു അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നടുക്കൂടെ നമുക്കിങ്ങനെ പോയിട്ട് അങ്ങ് എൻഡ് വരെ പോവാം. മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ പറ്റി. നല്ല രസമാണ് കേട്ടോ. ഇവിടെ എന്താ പറയുക, ഒരു ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണ്. അറിയാത്തവർക്കൊക്കെ എനിക്ക് സ്ഥലം ഇത് സുന്ദരി പുഞ്ച എന്ന് പറയും. പിന്നെ നമ്മുടെ സ്വന്തം കരിങ്ങാലി പുഞ്ചയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കയറി ഇവിടെ മൊത്തം കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഇപ്പം നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാം. ഇവിടെ ഇങ്ങനെ അതായത് ഫ്രണ്ടിൽ നിന്ന് കാണുന്നതിനേക്കാൾ ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഭയങ്കര വൈബാട്ടോ. അതുപോലെ തന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരാളൊന്ന് ചരിഞ്ഞു കൊടുത്താലേ ഒരാൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് കുറേ പേടിച്ചു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഭയങ്കര രസമാണ്. ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ സൂപ്പറായിരുന്നു. എന്നോട് അനുശേട്ടൻ ഓരോ ഫോട്ടോ നീ അങ്ങനെ ഇരിക്കടി ഇങ്ങനെ ഇരിക്കടി എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അതൊന്നും കേൾക്കത്തില്ല. എന്നോട് അതിനകത്ത് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വെള്ളത്തിനകത്ത് മുതലേ ഉണ്ടോ, എനിക്ക് പേടിയാണ്. ഞാൻ നമ്മളിലെ ബോളിവുഡ് സിനിമയൊക്കെ കാണത്തില്ലേ, കാലിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാമ്പ് വന്ന് പിടിക്കുന്നു. എനിക്ക് ആ ഒരു ഓർമ്മയൊക്കെയാണ് കേട്ടോ. എനിക്കിങ്ങനെ കുറേ വെള്ളമൊക്കെ കാണുമ്പോഴത്തേനും നമുക്കൊരു ഭയങ്കര മറ്റേ അടിവയറ്റിൽ നിന്നൊരു സംഭവം ഇങ്ങനെ കയറി വരും. പക്ഷെ നമ്മളെല്ലാം സഹിച്ച് നമുക്ക് പക്ഷേ ഇതൊക്കെ കാണണമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ പോകും. അപ്പം അങ്ങ് ദൂരെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഷെഡ് പോലെ കണ്ടു, അവിടെ നല്ല രസം. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അനുചേട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ കുറേ ആണുങ്ങൾ നിൽക്കുന്നുണ്ട്. അനുചേട്ടൻ പറയും, വേണ്ട അങ്ങോട്ട് പോകണ്ടെന്ന്. പക്ഷേ ഞങ്ങൾ അവിടം വരെ പോയി. ദാണ്ട ഒരു കൊച്ചു വന്നപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെയാണ്. ഞാൻ അതിനെ ടാറ്റ കാണിച്ചതല്ല, ഞാനങ്ങനെ പോയപ്പോൾ കാണിച്ചത്. എനിക്ക് പേടിയുണ്ടായിരുന്നു, താഴെ വീഴുമോ. പിന്നെ ഞാൻ ആ കൊച്ചു അപ്പുറത്ത് ചെന്നിട്ട് ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കാലിട്ടിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു വിശ്വാസം, ഒരാളെങ്കിലും അങ്ങനെ ഇട്ടല്ലോ. അങ്ങനെ ഞാൻ പിന്നെ കാലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് നല്ല രസം കേട്ടോ. ചെറിയ ചെറിയ മീനുകളൊക്കെ വന്ന് നമ്മുടെ കാലിലിങ്ങനെ കൊത്തും. പേടിക്കരുത്, അത് മീനാണ്. ഇതിന് നല്ല ആഴമുണ്ടോ ചേട്ടാ? ചേട്ടാ എടുത്ത വീഡിയോ ഒക്കെ എന്ത് എറിയുന്നില്ലല്ലോ. പോ മനുഷ്യായിരുന്നിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും നല്ല മഴയായി. അപ്പം ഞങ്ങൾ ഈ കൂടാരത്തിൽ കയറി നിന്നു. മഴ, വയൽ, പുഞ്ച, എൻ്റെ പൊന്നോ വൈബ് ഭയങ്കര നൊസ്റ്റാൾജിക്കായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പഴയ വീട് ഇതുപോലൊരു വയലിൻ്റെ കരയിലായിരുന്നു. അതേ ഭയങ്കര രസമാണ്. ഇവിടെ ഇങ്ങനെ നിന്ന് ഈ ഒരു മഴയും കൂടെ പെയ്തപ്പോഴത്തേനും എൻ്റെ പൊന്നേ ഒന്നും പറയാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ദാണ്ട് നമ്മുടെ മീൻ പിടിക്കുന്ന ചേട്ടൻ ഇങ്ങനെ വല എറിയുന്നുണ്ടായിരുന്നു. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മീനുകളൊക്കെ ഇങ്ങനെ പൊരുത്ത് ആ മീനെയൊക്കെ ഇങ്ങനെ പിടിച്ച് ആ ഒരു ബക്കറ്റിനകത്തൊക്കെ ഇടും കേട്ടോ. ഫ്രഷ് ലൈവായിട്ട് കിട്ടുന്ന നല്ല ഫ്രഷ് മീനാണ്. ഞങ്ങൾ കുറേ മീനൊക്കെ ഉണ്ട്. കരിമീൻ്റെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. ഇങ്ങനെ മീൻ പിടുത്തം ഇതൊക്കെ ഭയങ്കര നമ്മുടെ ഒരു പഴയ ഒരു ഇതിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നുള്ളതാണ്. ഭയങ്കര രസമായിരുന്നു.
തിന്നുമ്പോ നല്ല ടേസ്റ്റാ. സുഹൃത്തുക്കളെ, നമ്മൾ നടന്ന് പോവാണ്. ആര് ചോദിച്ചു? ആരോട് ചോദിച്ചു? അമ്മയോടോ? ചോദിച്ചൊന്നുമില്ല. എന്നെ ഒന്ന് കാണിച്ചോടാ ചേട്ടാ. അഞ്ചേട്ടാ എന്നെ ഒന്ന് കാണിക്ക. ഞാൻ ബോട്ടിന്റെ വെളിയിലാ. അങ്ങനെ കുറച്ച് നേരം മീൻ പിടിക്കുന്നതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കുറച്ച് ചേട്ടന്മാരുന്ന് ചൂണ്ടയിടാനുള്ള സെറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് രാത്രിയായി കേട്ടോ, ഒരു 6:30 കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് ഇവിടെ ആയിരുന്നു നിന്ന് നോക്കിയത്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു, ഭയങ്കര വെള്ളം കൂടി കിടക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അമ്പലത്തിലൊരു പാട്ടും ഈ ഒരു വൈബും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം, ഭയങ്കര രസമാണ്. ഈ ഒരു ടൈമിലൊക്കെ വന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വസ്ഥതയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നേരെ അടൂര് വന്നു. നമ്മുടെ സ്ഥിരം കഴിക്കുന്ന കടയിൽ കയറി നല്ല മുരുമുര ദോശ, സാമ്പാർ, ചമ്മന്തി ആൻഡ് ചിക്കൻ ഫ്രൈ ആണ് കഴിച്ചത്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു ജിഞ്ചർ ടീ കൂടെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവുക. നമ്മുടെ മൈൻഡ് റിലാക്സേഷൻ ആവും, അതുപോലെ തന്നെ നമ്മൾ ഹാപ്പിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ടാറ്റാ.